ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ കുറച്ച് ലൈനുകൾ മാത്രമുള്ള ഒരു കവിതയാണ് കേട്ടോ. നമ്മുടെ കവിതയുടെ മെയിൻ ടൈറ്റിൽ എന്ന് പറയുന്നത് മദർ ടു സൺ അല്ലേ, ലാങ്സ്റ്റൺ ഹൗസിൻ്റെ മദർ ടു സൺ. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മമാരില്ലേ അല്ലേ? അമ്മമാരുണ്ടല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പം നിങ്ങളുടെ അടുത്തുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം കിച്ചണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കായിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തിനാണ് നിങ്ങൾക്ക് അമ്മമാരെന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്തിനാണ്? അതെ, ഭക്ഷണം ഉണ്ടാക്കി തരാനും, നിങ്ങളെ നോക്കാനും, നിങ്ങളുടെ ഡ്രസ്സ് അലക്കി തരാനും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ അല്ലേ? അതിന് മാത്രമല്ല കേട്ടോ, ചില സമയത്ത് ഈ അമ്മമാരെന്ന് പറയുന്നവർ നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരും. അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ നമുക്ക് ഷെയർ ചെയ്ത് തരും. അതിൽ നിന്ന് അവർ പഠിച്ച പാഠത്തിലൂടെ അവർ നമുക്കും ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരും അല്ലേ? അങ്ങനെ സ്വന്തം മകന് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും കുറച്ച് പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു അമ്മയുടെ കവിതയാണിത്. ഓക്കെ, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഒരു യുവതിയായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻ മാതാവ് താൻ അനുഭവിച്ച അടിമത്ത കാലത്ത് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്നും ജീവിതത്തിൽ താൻ അനുഭവിച്ച സഫറിങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്യാണ്? മകന് കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്നെല്ലാം മകനെ ഇനി എങ്ങനെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും അതിജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പോമാണ് മദർ ടു സൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Did Vanga get the love and the affection of his mother? നമ്മൾ വാങ്ക പഠിച്ചു അല്ലേ? വാങ്ക എന്ന് പറയുന്ന ബോയുടെ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റോറി നമ്മൾ പഠിച്ചു അല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വാങ്കയ്ക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടോ മക്കളെ? കിട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ വാങ്കയ്ക്ക് അമ്മയും അച്ഛനൊന്നും ഇല്ലായിരുന്നു. ദെൻ വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റോൾ ഓഫ് ദ മദർ ഇസ് എ ഫാമിലി? നിങ്ങൾക്കറിയാലോ, ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് എത്രത്തോളം റോളുണ്ട്. അമ്മയുടെ റോൾ എന്ന് പറയുന്നത് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്കറിയാമോ ഇല്ലേ? അത് നിങ്ങൾ ചിന്തിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടോ എന്നാണ് ചോദ്യം. ഹൗ ക്യാൻ ഷീ ഗിവ് ലവ്, കെയർ ആൻഡ് അഡ്വൈസ് ടു അവർ ചിൽഡ്രൻസ് അല്ലേ? എങ്ങനെയാണ് ഒരമ്മയ്ക്ക് ഒരമ്മ ലവും സ്നേഹവും ഉപദേശങ്ങളൊക്കെ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യം. അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഗോ ത്രൂ ദ ഫോളോയിങ് പോം മദർ ടു സൺ ബൈ ലാങ്സ്റ്റൺ ഹോഗ്സ്. ആരുടെയാണ് മക്കളെ കവിത? മദർ ടു സൺ ബൈ ലാങ്സ്റ്റൺ ഹോഗ്സ്. നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈറ്ററെ കുറിച്ച് നോക്കാം അല്ലേ? കവിതയാവുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുതിയ ആളെക്കുറിച്ച് നമുക്ക് കുറച്ച് വിവരങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ജെയിംസ് മേഴ്സർ ലാങ്സ്റ്റൺ ഹോഗ്സ് അല്ലേ? നോക്കാം. ഹി വാസ് ആൻ അമേരിക്കൻ പോയറ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, നോവലിസ്റ്റ്, പ്ലേ റൈറ്റ് ആൻഡ് ദ കോളമിസ്റ്റ് ഫ്രം ദ Joplin and Missouri. He is one of the earliest innovators of the literary art form called jazz poetry അല്ലേ? ജാസ് പോയട്രി എന്നറിയപ്പെടുന്ന ആ ഒരു ആർട്ട്, ആ ലിറ്റററി ആർട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഇന്നോവേറ്റേഴ്സ് ആയിട്ടുള്ള ആ ഏർലിയസ്റ്റ് പീരീഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ലാങ്സ്റ്റൺ ഹോഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം ആരായിരുന്നു? പോയറ്റ് ആയിരുന്നു, ആക്ടിവിസ്റ്റ് ആയിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു, പ്ലേ റൈറ്റ് ആയിരുന്നു അല്ലേ? ഒരുവിധം എല്ലാ മേഖലയിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് അല്ലേ? നോക്കാം. And he is the best known as the leader of the Hooks is best known as the leader of the Harlem Resilience അല്ലേ? ആ ഒരു പീരീഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. Then Montage of the Dreams Deferred, The Negro Speaks of Rivers, Let America Be America Again, etc. are of some of his known works അല്ലേ? അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള 2-3 വർക്ക്സ് ആണ് കേട്ടോ. അത് ഡ്രീം ഡെഫേർഡ് എന്ന് പറയുന്നു. Then Negro Speaks Rivers, Let America Be America Again അല്ലേ? ഒരുപാട് വർക്ക്സുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള 1-2-3 വർക്കുകളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പോകാം അല്ലേ? ചാപ്റ്ററിലോട്ട് കിടക്കാം. മദർ ടു സൺ അല്ലേ? വെൽ സൺ, ഐ വിൽ ടെൽ യു അല്ലേ? ഇത് ഈ കവിത തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതിനൊരു പ്രത്യേക പാറ്റേൺ ഒന്നുമില്ല കേട്ടോ. ഈ കവിതയുള്ളത് ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഒരു ഡ്രമാറ്റിക് നാടകപരമായിട്ടുള്ള മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് ഒറ്റക്ക് പറയുകയാണ് അല്ലേ? മുമ്പിൽ നിൽക്കുന്ന ആളെ ലിസണർ ആരായിരിക്കും? സൈലന്റ് ആയിരിക്കും. അപ്പൊ ഇതിലെ സ്പീക്കർ ആരാണ്? അമ്മയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഡ്രമാറ്റിക് മോണോലോഗിൽ പെടുന്നത്. അത് മാത്രമല്ല, ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഒരു
ഡയലക്റ്റിക് ലാംഗ്വേജ് ആണ്, അവരുടെ പ്രാദേശിക ഭാഷയാണ് അവർ ഈ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മോഡേൺ ഇംഗ്ലീഷ് ഭാഷയോ മോഡേൺ ഗ്രാമറോ നിങ്ങൾക്കിതിൽ കാണില്ല. ചില സമയത്ത് നിങ്ങൾ വരി വായിക്കുമ്പോൾ ഓ ഇത് ഗ്രാമർ തെറ്റാണല്ലോ, മീനിങ് ഇങ്ങനെ വരുമ്പോൾ ഇത് സെൻറ്റൻസ് മേക്കിംഗ് വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റാണല്ലോ, ഇങ്ങനെയല്ലല്ലോ സെൻറ്റൻസ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ. പക്ഷെ ഇത് നമ്മുടെ നാടൻ പാട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അവരുടെ പ്രാദേശിക ഭാഷയിൽ അവർ പറഞ്ഞ് ആ പ്രാദേശിക ഭാഷയിൽ അവർ എഴുതിയതാണ്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഗ്രാമറും ഇതൊക്കെ ഇതിൽ നോക്കിയാൽ മതി. ആ ഭാഷയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലൈനുകളും സെൻറ്റൻസുകളും പരിചയമില്ലാത്ത വാക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിൽ നിന്നും കാണാൻ പറ്റും കേട്ടോ. നോക്കാം. വെൽ സൺ ഐ വിൽ ടെൽ യു, വരൂ അല്ലെങ്കിൽ വാ മകനെ, യെസ് നല്ലത് മകനെ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. വെൽ സൺ ഐ വിൽ ടെൽ യു, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താണ് പറഞ്ഞു തരുന്നത്? ലൈഫ് ഫോർ മീ എയിൻറ്റ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർസ്. മക്കളെ ഒന്ന് നോക്കിയേ, എയിൻറ്റ് അല്ലേ, എയിൻറ്റ് എന്ന് പറയുന്നൊരു വേർഡ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും എയിൻറ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്ത് ഇല്ല അല്ലേ? അങ്ങനെ ഒരു വേർഡ് ഇല്ല അല്ലേ? അങ്ങനെ ഒരു മോഡേൺ ഇംഗ്ലീഷിലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ഇംഗ്ലീഷ് ആവട്ടെ അതിലിങ്ങനെ ഒരു വേർഡ് ഉണ്ടാവോ? എയിൻറ്റ് ഇല്ല അല്ലേ? അതാണ് ഈ ഭാഷയുടെ പ്രത്യേകത കേട്ടോ. ഇത് അവരുടെ ഒരു ആംഗ്ലോ ആഫ്രിക്കൻ യൂസേജിൽ അവരുടെ ഒരു പ്രാദേശിക ഭാഷയാണ് കേട്ടോ. അപ്പോൾ എയിൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട്, ഹാസ് നോട്ട്, ഹാവ് നോട്ട്, വാസ് നോട്ട് ഒക്കെ അല്ലേ, അതിന് പകരം യൂസ് ചെയ്തിട്ടുള്ള അതിന് ഈ എയിൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ എയിൻറ്റിൻ്റെ കൂടെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു അപ്പോസ്ട്രേറ്റ്. അപ്പോൾ ഇത് എന്താണ്? നോട്ടാണ്. അപ്പോൾ നെഗറ്റീവ് അല്ലേ? ദെൻ ഇവിടെ കണ്ടോ വീണ്ടും നോ. അപ്പോൾ ഒരു സെൻറ്റൻസ് 2 നെഗറ്റീവ് കൊടുക്കുമോ? ഇല്ല അല്ലേ? അതാണ് പറയുന്നത് മോഡേൺ ഇംഗ്ലീഷ് നമ്മൾക്ക് പ്രകാരം, നമ്മൾ പഠിച്ചത് പ്രകാരം അല്ലാതെ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൻ്റെ റൂൾ പ്രകാരം ഈ സെൻറ്റൻസ് അപ്പോൾ എങ്ങനെയായിരിക്കും? തെറ്റായിരിക്കും. പക്ഷേ അവരിത് 2 നെഗറ്റീവ് മീനിങ്ങിൽ എടുക്കാറില്ല കേട്ടോ. ഇതിലൊറ്റ നെഗറ്റീവ് മീനിങ്ങിൽ ഇത് എടുക്കാറുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നോക്കാം. ലൈഫ് ഫോർ മീ എയിൻറ്റ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു. എന്താ ക്രിസ്റ്റൽ സ്റ്റെയർ? എന്താ ക്രിസ്റ്റൽ? ചില്ല് കൂടാരം പോലത്തെ അല്ലേ, ചില്ല് പോലത്തെ കോണിപ്പടി, ഗോവണി അല്ലേ. എന്താ സ്റ്റെപ്പ്? നമ്മളിങ്ങനെ മരത്തിൻ്റെ സ്റ്റെപ്പ് കേട്ടിട്ടുണ്ട്, ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചില്ലിൻ്റെ ഗോവണി എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ സ്മൂത്തും വളരെ ബ്യൂട്ടിഫുള്ളും വളരെ സിമ്പിളും എല്ലാമായിരിക്കും, വളരെ സ്മൂത്തായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവർ പറയാണ് എൻ്റെ ലൈഫ് വളരെ ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു എന്നാണ്. ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു എൻ്റെ ജീവിതം. അതുപോലെ മനോഹരമല്ലായിരുന്നു, ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. അതുപോലെ സിമ്പിളായിട്ടുള്ള ലൈഫോ സ്മൂത്ത് ആയിട്ടുള്ള ലൈഫോ ഭംഗിയേറിയ ലൈഫോ എല്ലാം ആയിരുന്നു എൻ്റേതെന്നാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റാഫറാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? നോക്കാം. ആൻഡ് ഇറ്റ്സ് ഹാർഡ് ടാക്സ് ഇൻ ഇറ്റ്. ഇനി എങ്ങനെയുള്ള സ്റ്റെയറുകളായിരുന്നു അവരുടേത്? ഇറ്റ്സ് ഹാർഡ് ടാക്സ് ഇൻ ഇറ്റ്. എങ്ങനെയായിരുന്നു? ടാക്സ് എന്ന് പറഞ്ഞാൽ കൂർത്ത മൂർച്ചയുള്ള ആണികൾ. അപ്പോൾ ഇവരുടെ സ്റ്റെയർ ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല. പിന്നെ എങ്ങനെയുള്ള സ്റ്റെയർ ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്? കൂർത്ത മൂർച്ചയേറിയ ആണികൾ കൊണ്ടുള്ള സ്റ്റെപ്പിലൂടെയാണ് ഞാൻ കയറിപ്പോയിട്ടുള്ളത്. ഓക്കെ. ആൻഡ് ദ സ്പ്ലിൻഡേഴ്സ്. എന്താ സ്പ്ലിൻഡേഴ്സ് എന്ന് പറഞ്ഞ മക്കളെ? നമ്മുടെ ഈ വസ്തുക്കളുണ്ടല്ലോ, മെറ്റൽ വസ്തുക്കൾ അല്ലെങ്കിൽ മരത്തിൻ്റെയോ ചില്ലിൻ്റെയോ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ കുപ്പിച്ചില്ലുകളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെറ്റൽ വസ്തുവിൻ്റെയൊക്കെ പൊട്ടിയിട്ടുള്ള കൂർത്തൊരു ഭാഗം ഉണ്ടാവില്ലേ, ചീള് പീസുകൾ, അതിനാണ് നമ്മൾ സ്പ്ലിൻഡേഴ്സ് എന്ന് പറയാം. അത് കുപ്പിച്ചില്ലാവാം, മരത്തിൻ്റെതാവാം, ഇനി ഏതാവട്ടെ, ഏത് ടൈപ്പാണെങ്കിലും അങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിതറിയിട്ടുള്ള പീസുകളുണ്ടല്ലോ, അതിനാണ് സ്പ്ലിൻഡേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ദ ബോർഡ്സ് ടോൺ അപ്പ്. ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ്. മരപ്പലകൾ ടോൺ അപ്പ്. എങ്ങനെ? അടിപൊളിയായിട്ടുള്ള മരപ്പലകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വിണ്ട് കീറിയ. അവരുദ്ദേശിച്ചത് അവരുടെ ലൈഫ് ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല, നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്റ്റെയർ. പകരം അവർ കയറിപ്പോയ സ്റ്റെപ്പുകൾ, അവർ ജീവിതത്തിൽ മുന്നോട്ട് വെച്ച സ്റ്റെപ്പുകളിൽ എന്തൊക്കെയായിരുന്നു? നല്ല കൂർത്ത മുള്ളു നിറഞ്ഞ ആണി അല്ലേ, അതേപോലെ പൊട്ടിപ്പാസായ ചില്ലിൻ്റെ മറ്റിൻ്റെയൊക്കെ പീസ് വരുന്നത് പോലത്തെ അതുപോലെ വിണ്ട് കീറിപ്പോയ മരപ്പലകൾ. എന്ന് വെച്ചാൽ അവർ കയറിപ്പോയ പടികളെല്ലാം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഫറിങ്സും ഒരുപാട് തടസ്സങ്ങളും വേദനകളും നിറഞ്ഞതായിരുന്നു. കാരണം അവർ ആഫ്രിക്കൻ യുവതിയാണ്. ആഫ്രിക്കക്കാരൊക്കെ പണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. പിന്നീട് പതുക്കെയാണ്
അവരവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുത്തത് അല്ലേ. അപ്പം ആ സമയത്ത് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും സഫറിങ്ങുകളും, അവർ കയറിപ്പോയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സുഖകരമുള്ള സ്റ്റെപ്പുകളല്ല, വേദനാജനകവും ഭീകരമായിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയാണ് അവർ കയറി പോയിട്ടുള്ളതെന്ന് മകന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇതിൽ ഒരു 3 സ്റ്റേജായിട്ട് നിങ്ങൾക്ക് ഈ കവിത കാണും. ഒന്ന് അമ്മയുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിച്ച കാര്യങ്ങൾ പറയും. ഓക്കെ, പിന്നെ അവർ എന്ത് കൊടുക്കുന്നുണ്ട്, മകന് എങ്ങനെയാണ് അവർ ജീവിതം എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം ഇനി ജീവിതത്തെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതും, അതുപോലെ മകനൊരു എൻകറേജ്, ഒരു പ്രചോദനം പോലെ അല്ലേ, ജീവിതത്തെ എങ്ങനെ കാണണം എന്നുള്ള ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ആ അമ്മയുടെ ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആൻഡ് പ്ലേസസ് വെർ നോ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ അല്ലേ. അതേപോലെ തന്നെ എന്തായിരുന്നു മക്കളെ, മുള്ളുകളും ആണികളും ചീളുകളും നിറഞ്ഞ പാതകൾ, സ്റ്റെയർ ആയിരുന്നു. അതുപോലെ തന്നെ അവർ പോയ വഴികളിൽ, അവർ നടന്ന് ചവിട്ടിപ്പോയ ഫ്ലോറിൽ കാർപ്പറ്റുകളില്ലായിരുന്നു, പരവതാനികളില്ലായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കും, പരവതാനിയൊക്കെ കുറച്ച് അഹങ്കാരമില്ലേ? അല്ല കേട്ടോ, അത് ഉദ്ദേശിച്ചത് ഈ ഭയങ്കരമായിട്ട് തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഫ്ലോറിലൊന്നും ചവിട്ടാൻ കഴിയില്ല, തണുപ്പ് അവിടെ ഫ്രോസ് ആയിരിക്കും, ഭയങ്കര തണുത്ത് മരവിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ അവർക്ക് മാറ്റിട്ടാൽ മാത്രമേ നടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടിൻ്റെ അല്ലേ, അതും ഒരു സഫറിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. ഒരു പരവതാനി പോലും വിരിക്കാനില്ലായിരുന്നു അവർക്ക്, അത്രയും തണുപ്പും മരവിപ്പും സഹിച്ചിട്ടായിരുന്നു അവരുടെ പാതകൾ മുന്നോട്ട് പോയിരുന്നത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ബെയർ എന്നുണ്ടോ, ബെയർ എന്നൊക്കെ പറയുന്ന ഒരൊറ്റ ലൈൻ, ഒരു വേർഡ് കൊണ്ട് ഒരു ലൈനാക്കി മാറ്റിയിരിക്കും, ഒരു സെൻറ്റൻസ് പോലെ അല്ലേ, അപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ശൂന്യം. അതിന് നിങ്ങൾക്ക് ഒരുപാട് വായിച്ചെടുക്കാം. എന്തായിരുന്നു, ശൂന്യമായിരുന്നു നമ്മുടെ ജീവിതം. അവർക്ക് മര്യാദക്ക് ഫുഡില്ലായിരുന്നു, അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു, വസ്ത്രം നല്ല രീതിയിൽ എടുക്കാനില്ലായിരുന്നു, വിദ്യാഭ്യാസമില്ലായിരുന്നു, അവർക്ക് വേണ്ട ജീവിതത്തിന് വേണ്ട ഒരു സൗകര്യങ്ങളും തന്നെ ഇല്ലായിരുന്നു. അതാണ് ബെയർ, ശൂന്യം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ബട്ട് ഓൾ ദ ടൈം ഐസ് ബീൻ ക്ലൈംബിങ്. പക്ഷെ ആ ഒരു കാലഘട്ടം മുഴുവൻ അല്ലേ, പക്ഷെ ആ ഒരു സമയം മുഴുവൻ ഐസ് ബീൻ കണ്ടോ, ഒരു പുതിയ അതേപോലെ തന്നെ അല്ലേ, ആ ഒരു അവരുടെ ഒരു ഡയലക്റ്റ് തന്നെയാണ് ഈ കാണുന്നത് അല്ലേ. ഹാസ് ബീൻ എന്നൊരു മീനിങ്ങിലാട്ടോ. ഐസ് ബീൻ എ ക്ലൈംബിങ് ഓൺ, അവരെങ്ങനെയാണ് മുകളിലോട്ട് കയറിപ്പോയത് അല്ലേ, കയറിപ്പോയി. ആൻഡ് ദ റീച്ചിങ് ലാൻഡിങ്, പോകുന്ന വഴിയിൽ എങ്ങനെ റീച്ചിങ് ലാൻഡിങ്, ഇടയ്ക്കിടയ്ക്ക് ലാൻഡിങ് ചെയ്യുന്നിടത്ത് അവർ റീച്ച് ചെയ്തു. ആൻഡ് ദ ടേണിങ് കോർണേഴ്സ്, ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടായിരുന്നു, മൂലകളിലോട്ടും അവർ തിരിഞ്ഞു അല്ലേ. അപ്പോൾ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒറ്റയടിക്കൊരു സ്മൂത്ത് പോലെ നേർവഴിയല്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, കോർണറുകളില്ലേ, അതൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. സ്മൂത്തായിട്ടുള്ള ഒരു ജേണി അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഇടയ്ക്ക് സഫറിങ്സ് അല്ലേ, ഇടയ്ക്ക് വലിയ വലിയ തടസ്സങ്ങൾ വരും, സമരങ്ങൾ വരും, അവർക്ക് പട്ടിണിയും പാരാപ്തവും പ്രശ്നങ്ങളും അസുഖങ്ങളും ഇങ്ങനെയുള്ള മേഖല വരും. എല്ലാം കൊണ്ട് അതാണ് ഈ കോർണേഴ്സും ലാൻഡിങ്സും ഒക്കെ ഉദ്ദേശിച്ചത്. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവർ കയറി പോകുന്നത്. ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക്, ചില സമയങ്ങളിൽ ഇരുട്ട് മൂടിയ പ്ലേസുകളിലെ ഇരുട്ടിലൂടെ തനിക്ക് പോവേണ്ടി വരുന്നു. വേർ ദ എയിൻ ബി നോ ലൈറ്റ്, അവിടെ എന്തുണ്ടാവാറില്ല, ഒരു ചെറിയ പ്രകാശം പോലും അവിടെ ചില സമയത്ത് കാണാറില്ല. അപ്പോൾ ഇരുണ്ട് മൂടിയെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ ലൈഫിൻ്റെ കറുത്ത ഭാഗങ്ങളെയാണ് അവരനുഭവിച്ച് പോയിട്ടുള്ള ജീവിതത്തിലെ കറുത്ത പാടുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കറുത്ത ജീവിതത്തിൽ അവർക്ക് എന്തില്ലായിരുന്നു, ആ ഒരു പ്രയാസങ്ങൾ നിറഞ്ഞ സഫറിങ് നിറഞ്ഞിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ അവർക്കൊരു ചെറിയ പ്രകാശം പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അവർക്ക് റിലീഫൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്. ഓക്കെ, അപ്പോൾ അവരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. ഇനി അവർ മോനോട് പറയുകയാണ്, സോ ബോയ്, എൻ്റെ മോനെ, ഡോണ്ട് യു ടേൺ ബാക്ക്, നീ ഒരിക്കലും ഇങ്ങനെ തിരിഞ്ഞു നടക്കരുത്. നീ ഒരിക്കലും നിൻ്റെ ലൈഫിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ നീ അവിടെ നിന്നും ഭയന്ന് തിരികെ വരരുത്. നീ ഒരിക്കലും പിന്തിരിഞ്ഞ് നീ പോവരുത്. നീ ഒരിക്കലും പിന്തിരിഞ്ഞ് നീ നടക്കരുത് നിൻ്റെ ലൈഫിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ. ഡോണ്ട് സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്, സ്റ്റെപ്പിലെ നീ കയറിപ്പോകുന്ന സ്റ്റെപ്പുകളിൽ നിന്ന് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, പിന്തിരിഞ്ഞ് നീ താഴോട്ട് വരരുത് എന്നാണ് പറയുന്നത്.
കോസ് യു ഫൈൻ ഇറ്റ്സ് എ കിൻഡർ ഹാർഡ്. കാരണം ഇതെന്താണ്, നീ മനസ്സിലാക്കണം, ജീവിതം എന്ന് പറയുന്നത് എന്താണ്, വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ, വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നേടിയെടുക്കാൻ നീ മുന്നോട്ട് പോകുമ്പോൾ നീ ഒരിക്കലും അതിനെ ഭയന്നിട്ടോ അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നീ ഒരിക്കലും പിന്തിരിഞ്ഞു വരരുത് എന്നാണ് പറയുന്നത്. Don't you fall now, for I still gone, honey. അപ്പോൾ നീ എന്താ പറയുന്നത്, യു ഡോണ്ട് ഫോൾ now, നീ ഒരിക്കലും ഇപ്പോൾ നീ ഒരിക്കലും ഇനി ബാക്കിലോട്ട് വീയരുതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും നീ ഇനി താഴോട്ട് വരരുത്, നീ മുന്നോട്ട് മാത്രം പോവുക, ഒരിക്കലും നീ പിന്തിരിഞ്ഞ് താഴോട്ട് വരരുത്. ഓക്കെ, ഫോർ ഐ സ്റ്റിൽ ഗോൺ ഹണി. ഓക്കെ, ഹണി മീൻസ് ഇവിടെ സ്നേഹത്തോടെ അല്ലേ, തേനെ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്താണ്, ഹണി, ആ കുട്ടിയെ വിളിക്കുക കേട്ടോ, സ്നേഹത്തോടെ വിളിക്കുകയാണ്. നീ കാണുന്നില്ലേ, ഞാൻ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ സ്റ്റിൽ ക്ലൈംബിങ്, ഞാൻ ഇപ്പോഴും പിടിച്ച് കയറിക്കൊണ്ട്. ക്ലൈംബിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച പാടില്ല ക്ലൈംബല്ല കേട്ടോ, സ്റ്റെപ്പ് വെച്ച് കെട്ടി കയറുന്നൊരു ക്ലൈംബിംഗ് ഉണ്ടല്ലോ, അതേപോലെ കേട്ടോ. ഞാനിപ്പോഴും പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ദ ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റേ അല്ലേ, എന്ത് വാക്കുകൊണ്ടാണോ തുടങ്ങിയത് അവിടെ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ലായിരുന്നു, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുവാണ്, ഞാൻ വളരെ പ്രയാസത്തിലാണ് മുന്നോട്ട് ജീവിതം പൊരുതി പോകുന്നത്. അതുപോലെ എന്തല്ല, എൻ്റെ ജീവിതം ഒരിക്കലും ഒരു സ്ഫടിക ഗോവണി പോലെയല്ല, ഒരു സ്ഫടിക സ്റ്റെയർ പോലെയല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അതേപോലെ തന്നെ സഫറിങ്സുകളും എല്ലാം നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, നോ റൈം സ്കീം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റൈമിങ് വേർഡ്സ് എഴുതാണ്ടാവില്ല, ഫ്രീ വേർഡ്സ് ആണ് അല്ലേ. ഇങ്ങനെ ഒരു തോന്നിയ പോലെ അങ്ങ് എഴുതി വെച്ചിരിക്കുക അല്ലേ. അതിനൊരു മെട്രിക് പാറ്റേൺ ഇല്ല, അതിനൊരു സ്റ്റാൻസ സിസ്റ്റം ഇല്ല അല്ലേ. 3 സ്റ്റാൻസ 2 സ്റ്റാൻസ 4 സ്റ്റാൻസ ഇങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ എഴുതിയേക്കാണ്. റൈമിങ് പാറ്റേണോ റൈമിങ് സ്കീമോ മെട്രിക് പാറ്റേണോ ഒന്നും തന്നെ അതിലില്ല. ദെൻ ടൈപ്പും ക്ലാസ്സും എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കവിതയാണ് എന്ന് വെച്ചാൽ ഡ്രമാറ്റിക് മോണോലാക്കാണ് അല്ലേ. ഞാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്ന രീതിയിലാണ് കേട്ടോ. ടോൺ ആണെങ്കിൽ ഡൈഡാക്റ്റിക് ആൻഡ് എൻകറേജിങ്. എന്ത് ഡിഡാക്റ്റിക് എന്ന് വായിക്കും കേട്ടോ. ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ ഉപദേശം കൊടുക്കുക, അതിനാണ് അഡ്വൈസ് ഒക്കെ കൊടുക്കുക. ഒരു കവിതയിലൂടെ നമുക്ക് അഡ്വൈസ് കൊടുക്കുക, അതിനാണ് ഡിഡാക്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എൻകറേജിങ് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുന്ന രീതിയിലുള്ള വാക്കുകൾ പറയാം. അപ്പോൾ ഇത് ഡിഡാക്റ്റിക് ആണ്. അമ്മ മകനോട് ഉപദേശം കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തീം എന്ന് പറയുന്നത് മദേഴ്സ് മിസറബിൾ ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ. അമ്മയുടെ വളരെ വേദനാജനകമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരു ജീവിതാനുഭവം. അതുപോലെ അമ്മയുടെ മദേഴ്സ് അഡ്വൈസ്, അതിൻ്റെ ഭാഗമായിട്ട് അമ്മ മോന് കൊടുക്കുന്ന അതിൽ നിന്നും അവർ പഠിച്ചിട്ടുള്ള പാഠങ്ങളിൽ നിന്നും അമ്മ മകന് കൊടുക്കുന്ന ഒരു ഉപദേശവും. മദേഴ്സ് എൻകറേജ്മെൻറ്റ് അല്ലേ, അമ്മയുടെ ഒരു മോട്ടിവേഷൻ പ്രചോദനവും ഒക്കെയാണ് ഇതിൽ കാണുന്നത്. ദെൻ സ്പീക്കർ, ആരാണ് ഇതിലെ സ്പീക്കർ എന്ന് പറയുന്നത്? നമ്മളോട് ഇതിൽ ആരാണ് സംസാരിക്കുന്നത്? അമ്മയാണ് അല്ലേ. ആരാണ്? ഒരു മദറാണ്. ആഫ്രോ അമേരിക്കൻ മദർ അല്ലേ, ഒരു ആഫ്രിക്ക അമേരിക്കൻ മദർ, ആഫ്രിക്ക ആയിട്ടുള്ള അമേരിക്കൻ മദറാണ്. അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ഇല്ലിറ്ററേറ്റ് ആണ് അല്ലേ, വിദ്യാഭ്യാസമില്ല. അതുകൊണ്ടൊക്കെയാണ് അവർ ആ ഒരു ലാംഗ്വേജ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്, ഭാഷ. ബ്ലാക്ക് കളേർഡ് പുവറാണ് അല്ലേ, അമ്മ ബ്ലാക്ക് കളറാണ്, പുവറാണ് കേട്ടോ. ദെൻ ലാംഗ്വേജ് ആഫ്രിക്കൻ അമേരിക്കൻ ഡയലക്റ്റ് ആണ് അല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, അതുകൊണ്ടാണ് നമ്മളതിൽ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വേർഡൊക്കെ കണ്ടിട്ടുള്ളത്. ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് എന്ന ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മെയിൻ ഫിഗർ ഓഫ് സ്പീച്ചസ് എക്സ്റ്റെൻഡ് മെറ്റാഫർ അല്ലേ, വേറെ ലെവൽ മെറ്റാഫർ തന്നെ ഉണ്ടല്ലേ മക്കളെ. ഈ മെറ്റാഫറാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മദേഴ്സ് ലൈഫ് ഈസ് കമ്പയർഡ് ടു ക്രിസ്റ്റൽ സ്റ്റൈലായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ക്രിസ്റ്റൽ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്മൂത്തും കംഫർട്ടബിളും ലക്ഷറിയസും ബ്യൂട്ടിഫുള്ളും ആണ് അല്ലേ. ക്രിസ്റ്റൽ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ, ഭയങ്കര ലക്ഷറിയസ് ആണ്, മനോഹരമാണ്, ബ്യൂട്ടിഫുൾ ആണ്, കംഫർട്ടബിളും ആണ് ഈ ക്രിസ്റ്റൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയല്ല അമ്മയുടെ ജീവിതം എന്നാണ് പറയുന്നത് കേട്ടോ. മദർ ലൈഫ് ഈസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ. ദെൻ മദേഴ്സ് ലൈഫ് ഈസ് എ സ്റ്റെയർ വിത്ത്. ഇനി അമ്മയുടെ ജീവിതത്തിലെ സ്റ്റെയർ എന്ത് കൊണ്ടുണ്ടാക്കിയ സ്റ്റെയർ ആണ്? അമ്മ കയറിപ്പോയ സ്റ്റെയർ ഏതൊക്കെയായിരുന്നു? ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെയിനും ഹാർഡ്ഷിപ്പും ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചത്. സ്പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മിസറീസ്, അവരനുഭവിച്ച ദുരന്തങ്ങൾ. ടോൺ അപ്പ് ബോർഡ് പറഞ്ഞാൽ പോവർട്ടി, ദാരിദ്ര്യം. ഓക്കെ, അപ്പോൾ അവരനുഭവിച്ച ദാരിദ്ര്യവും വേദനയും ദുരന്തങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെയാണ്
ഈ ഒരു 3 വേർഡിലൂടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെയാണ് അവർ കയറിപ്പോയിട്ടുള്ള സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് അല്യൂഷൻ ഉണ്ട് കേട്ടോ. അല്യൂഷൻ പൊതുവെ പറയൊന്നുമില്ല, എന്നിരുന്നാലും ആളുകൾ ക്രിറ്റിക്സ് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. അദ്ദേഹം ഇത് അതിൽ നിന്ന് എടുത്തതാണ്, അങ്ങനെ മറ്റേതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് റെഫറൻസ് എടുക്കുന്നതിനാണ് ഈ അല്യൂഷൻ എന്ന് പറയുന്നത്. നോക്കാം, ബൈബിളിനാട്ടോ, ബൈബിളിക്കൽ റെഫറൻസ് ബുക്ക് ഓഫ് ജീനിയസ് ഇതാ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതല്ല, ക്രിട്ടിക്സ് ആട്ടോ. ജാക്കോബ്സ് ലാഡർ അല്ലേ, നമ്മുടെ ബൈബിളിലുള്ള ജാക്കോബ് ലാഡ്സർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ലാഡർ ബിറ്റ്വീൻ ദ ഹെവൻ ആൻഡ് എർത്ത്, എർത്തിൻ്റെയും ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഗോവണിയെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ക്രിസ്റ്റൽ സ്റ്റെയറിനെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട് കേട്ടോ. വിച്ച് ജാക്കോബ് ഡ്രീംഡ് ഓഫ് ഹിസ് സ്ലേവ് ഡ്യൂറിങ് ഹിസ് ജേർണി ഫ്രം ദ ബിർഷാബ ഓഫ് ഹർ അല്ലേ, ജസ്റ്റ് ആയിട്ടൊരു ഭാഗം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാഡറിനെ കുറിച്ച് പറയുന്നുണ്ട്, അതാണ് ഈ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. ഓക്കെ, ദെൻ അലിട്രേഷൻ, ഡോണ്ട് യൂസ് സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്, ഇതൊരു അലിട്രേഷൻ ആണല്ലേ മക്കളെ. നിങ്ങൾക്കതിൽ എസ് എസ് എന്ന് കാണുന്നുണ്ടാവും അല്ലേ, കണ്ടോ, റിപ്പീറ്റേഷൻ ഓഫ് ദ കൺസണന്റ് സൗണ്ട്. ദെൻ അസണൻസ്, അസണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വവൽ സൗണ്ടിൻ്റെ റിപ്പീറ്റേഷൻ വരുന്നത് കേട്ടോ. സോ ബോയ് ഡോൺ യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണും കേട്ടോ. ദെൻ അലഫോർ, അലഫോർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു വേർഡ് ലൈനിൻ്റെ തുടക്കത്തിൽ വരിക, റിപ്പീറ്റേഷൻ ഓഫ് ആൻഡ് ദ ബിഗിനിങ് ദ മെയിൻ സക്സസ്. ഇതാ 2-3 ലൈനിൽ നിങ്ങൾക്ക് ആൻഡ് എന്ന് അടുപ്പിച്ച് വന്നതായിട്ട് കാണാം. ദെൻ വിഷ്വൽ ഇമേജസുകൾ, പിന്നെ എന്ത് പറയുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെ വരുന്ന കുറേ ഇമേജുകളുണ്ട്. സ്റ്റെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ ഇമേജ് വരും, ടാക്ക് വരും അല്ലേ, കൂർത്ത ആണി, പൊട്ടിച്ചീളിയ പീസായിട്ടുള്ള ചില്ലി പീസുകളൊക്കെ, ഫ്ലോർ വിത്ത് നോ കാർപ്പറ്റ്, കാർപ്പറ്റ് ഇല്ലാത്തൊരു ഫ്ലോർ കാണാൻ സാധിക്കും, ഇരുട്ട് കാണാൻ സാധിക്കും, ലൈറ്റ് കാണാൻ സാധിക്കും അല്ലേ. ഇതൊക്കെ എന്താണ് മക്കളെ, ഇതെല്ലാം വിഷ്വൽ ഇമേജുകളാണ് കേട്ടോ. ദെൻ മദർ ടു സൺ ബൈ ലാങ്സ്റ്റൺ ഹോക്സ് അല്ലേ മക്കളെ, അതിൻ്റെ ചെറിയൊരു അപ്രീസിയേഷൻ ആണ് കേട്ടോ, ചെറിയൊരു സമ്മറി നോക്കാം. മദർ ടു സൺ ഈസ് എ പോം ബൈ ലാങ്സ്റ്റൺ ഹോക്സ്, ആൻ അമേരിക്കൻ റൈറ്റർ ആൻഡ് ദ സോഷ്യൽ ആക്ടിവിസ്റ്റ്. He's a person known as a leader of the Harlem Renaissance and the socio-cultural elite of the Afro-American that began in 1920. Okay. അപ്പോൾ ഇത്രയുമാണ് പോയറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തുടക്കത്തിൽ കേട്ടോ. ദെൻ ഇൻ ദ പോയറ്റ് depicts the social backwardness of the African American people and the miseries of the hardship of their lives അല്ലേ. ഈ ഒരു പോമിലൂടെ അദ്ദേഹം സാമൂഹികപരമായിട്ട് പിന്നോക്കം നിന്നിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ അമേരിക്കൻ ആളുകളുണ്ട് അല്ലേ, അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും അവരുടെ മിസറീസ് ദുരന്തങ്ങളെക്കുറിച്ചും ഹാർഡ്ഷിപ്പ് ഓഫ് ദെയർ ലൈഫ്സ്, അവരുടെ ജീവിതത്തിൽ പോരാടിയിട്ടുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. The speaker of the poem is a poor and illiterate mother who is representative of the Afro-American community അല്ലേ. നമുക്കിതിൽ കവിതയിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു അമ്മയുടെ കാര്യമാണ്. അമ്മ എന്ന് പറയുന്നത് ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഷീ സ്പീക്സ് ടു ഹർ സൺ അബൌട്ട് ഹർ ലൈഫ്, അവരുടെ മകനോട് അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഷീ സേസ് ദാറ്റ് ഹർ ലൈഫ് ഹാസ് നെവർ ബീൻ ആസ് സ്മൂത്ത് കംഫർട്ടബിൾ ആസ് എ ക്രിസ്റ്റൽ സ്റ്റെയർ. അവർ ആ മകനോട് പറയാണ്, എൻ്റെ ജീവിതം ഒരിക്കലും എന്തല്ലായിരുന്നു, വളരെ സ്മൂത്തും സുഖകരവുമായിട്ടുള്ള ഒന്നല്ലായിരുന്നു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ. Her life stair was full of tags, splinters and torn up boards. ഇനി അവരുടെ ലൈഫിലെ സ്റ്റെയർ എങ്ങനെയായിരുന്നു, ഈ ടാഗ്സ് കൊണ്ടല്ലേ, കൂർത്തു നിൽക്കുന്ന ആണികൾ കൊണ്ടും സ്പ്ലിൻറ്റേഴ്സ് അല്ലേ, എന്താ പറയുക, മെറ്റൽസിൻ്റെ ഒക്കെ പീസുകളില്ലേ, അതുപോലെ പറഞ്ഞ് വലിച്ചു കീറിയ മരപ്പലകകളെ പോലെയുമായിരുന്നു എൻ്റെ സ്റ്റെയർ എന്ന് പറയുന്നത്. Her life was devote all the basic needs of the person's life അല്ലേ, അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അല്ലേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവകാശപ്പെട്ടിട്ടുള്ള മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. However, എന്നിരുന്നാലും she has been climbing the stairs of her life journey. എന്നിട്ട് പോലും അവരുടെ ജീവിതം എന്ന യാത്രയുടെ സ്റ്റെപ്പുകൾ അവരെന്ത് ചെയ്തു, വലിഞ്ഞ് ക്ലൈംബ് ചെയ്ത് കയറിപ്പോന്നു. Sometimes she reaches the landings with some momentary comfort അല്ലേ. ചില സമയത്ത് അവരെന്ത് ചെയ്യാറുണ്ട്, യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു ലാൻഡിങ് ഒക്കെ നിൽക്കാനുള്ളൊരു സ്ഥലം അല്ലേ, യാത്രയുടെ
പറ്റ മോശമാവാതെ ഇടയ്ക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് അല്ലേ, ഇടയ്ക്കൊരു സമാധാനപരമായിട്ടുള്ള ഒരു കിട്ടാറുണ്ട്. ബട്ട് ഓഫൻ ഷി ഹാസ് ടു ടേൺ ഡയറക്ഷൻ ആൻഡ് ലുക്ക് ഫോർ അതർ വേ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ഹെർ പ്രോബ്ലംസ് ഇൻ ലൈഫ്. പക്ഷെ ചില സമയത്ത് അവർക്ക് എന്ത് ചെയ്യണ്ടേ, ടേൺ കോർണർ അല്ലേ, ചില സമയത്ത് അവർക്ക് വേറെ ഡയറക്ഷനിലോട്ട് സഞ്ചരിക്കേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർഗത്തിലൂടെയൊക്കെ അവർക്ക് വേറെ വേറെ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് പോവേണ്ടി വന്നിട്ടുണ്ട്. At times, she ended up in utter darkness, a completely helpless situations without even a single ray of hope. ചില സമയത്ത് അവർ പൂർണ്ണമായിട്ടും ഇരുട്ടിലായിരുന്നു. എങ്ങനെ, ഒരു ചെറിയ ഒരു പ്രകാശത്തിൻ്റെ തിരി പോലും, പ്രകാശത്തിൻ്റെ ഒരു കിരണം പോലും അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ബട്ട് ഷീ ഹാസ് നെവർ തോട്ട് ഓഫ് ഗിവിങ് അപ്പ് ഫൈറ്റിംഗ് ഫോർ ദ എക്സിസ്റ്റൻസ്. പക്ഷെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗ്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു സമരം ജീവിതം അവരൊരിക്കലും തന്നെ എന്ത് ചെയ്തില്ല, ഉപേക്ഷിച്ചില്ല. അവരൊരിക്കലും അത് കിറ്റ് ചെയ്തില്ല. ദ സോഷ്യൽ ബാക്ക്വേർഡേഴ്സ് ഓഫ് ദ അമേരിക്കൻ പീപ്പിൾ ആൻഡ് ദ മിസറീസ് ആൻഡ് ദ ഹാർഡ്ഷിപ്പ് ഓഫ് ദെയർ ലൈഫ്സ് അല്ലേ, ആ ഒരു ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, സോഷ്യൽ ബാക്ക്വേർഡ്സും ആഫ്രിക്കൻ പീപ്പിൾസിൻ്റെ അവരുടെ ദുരന്തവും കാര്യങ്ങളും എല്ലാം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അല്ലേ. ദ സ്പീക്കേഴ്സ് ഓഫ് ദ പോയം ഈസ് എ പുവർ. ആരാണ് ദ സ്പീക്കർ ഓഫ് ദ പോം? ഇസ് എ വെരി പുവർ അല്ലേ. നമ്മുടെ സ്പീക്കർ ആരാണ്? അമ്മയാണ് അല്ലേ. അവർ വളരെ പുവറും ഇല്ലിറ്ററേറ്റുമായിട്ടുള്ള വ്യക്തിയാണ്. ആൻഡ് ഹു ഇസ് ദ റെപ്രസെൻറ്റേറ്റീവ് ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റി? ഷീ സ്പീക്സ് യുവർ മദർ, ഷീ ഹാസ് നെവർ ബീൻ എ സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ക്രിസ്റ്റൽ അല്ലേ. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. അതാ ഇവിടെ മുതൽ ഇവിടെ മുതൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്തപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നതാട്ടോ. നിങ്ങൾ വീണ്ടും എഴുതിയെടുക്കല്ലേ, അത് റിപ്പീറ്റ് അടിച്ച് വന്നതാണ്. ഹെർ ലൈഫ് സ്റ്റെയർ വാസ് ഫുൾ ഓഫ് ടാക്സസ്, സ്പ്ലിൻറ്റേഴ്സ്, ടോൺ അപ്പ് ബോട്ട്സ്. ഹെർ ലൈഫ് വാസ് ഡിവൈഡ് ഓൾ ബേസിക് നീഡ്സ് ഓഫ് ദ പേഴ്സൺ അല്ലേ. അത് റിപ്പീറ്റ് ചെയ്ത് വന്നാട്ടോ. ദെൻ ഹവർ ഷീ ഹാസ് ബീൻ ക്ലൈംബിംഗ് ദ സ്റ്റെയർ ഓഫ് ലൈഫ് ജേർണി, സംടൈംസ് റീച്ചസ് ലാൻഡിംഗ്, സംടൈംസ് മൊമെൻ്ററി അറ്റ് ദ comfort, but often she has to turn the direction, took off the other face to find solution to her problems. Repeat ചെയ്ത് വന്നാട്ടോ മക്കളെ. Then at times she ends in utter completely helpless situation without even some, but she has never thought of giving up. She advised her mother not to back അല്ലേ. ഇവിടെ വരെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയതാട്ടോ. ഇവിടെ വരെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഇനി അടുത്ത പാരഗ്രാഫ് ഇവിടെ മുതലാട്ടോ വരുന്നത്. ഷീ അഡ്വൈസസ് ഹെർ സൺ നോട്ട് ടു ടേൺ ബാക്ക്. അവരുടെ മകനോട് എന്താണ് അഡ്വൈസ് ചെയ്യുന്നത്? ഒരിക്കലും നീ തിരിച്ച് മടങ്ങി വരരുത്, ഒരിക്കലും നീ തിരിച്ചു വരരുത്. നോട്ട് to sit down on the step and not to fall down even when he find too difficult to climb the stairs of life അല്ലേ. അവർ സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ ഒരിക്കലും നീ ആ സ്റ്റെപ്പിൽ ഇരുന്ന് പോകരുത്, ഒരിക്കലും നീ താഴോട്ട് വീണ് പോകരുത്, ഒരിക്കലും നീ പിന്തിരിഞ്ഞ് വരരുത്. എത്ര ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണെങ്കിലും ഏത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടും നീ എന്ത് ചെയ്യണം, നീ ആ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യണം, കയറി പോകണം. ഷീ എൻകറേജസ് ഹിം ടു ഫ്ലൈറ്റ്. അവരെന്തിന് എൻകറേജ് ചെയ്തു? പൊരുതാനും. ആൻഡ് ഡിഫീറ്റ് ദ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ലൈഫ് അല്ലേ, ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് പോവാനും. ലേണിംഗ് ലെസൺസ് ഫ്രം ഹിസ് ഓൺ മദേഴ്സ് ലൈഫ് ആൻഡ് മേക്കിംഗ് ഹെർ മോഡൽ അല്ലേ. അമ്മയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് അമ്മയെ ഒരു മോഡലാക്കി സ്വീകരിച്ച് അമ്മയുടെ ജീവിതാനുഭവങ്ങളിലെ പാഠങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട്, ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മകനോട് ജീവിതത്തോട് പൊരുതാനാണ്, ഒരിക്കലും പിന്തിരിഞ്ഞ് വരരുത് എന്നാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ അതിൽ അപ്രിസിയേഷനടുത്ത് പിന്നെ നമ്മൾ പോയറ്റിക് ഡിവൈസസിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ. നോക്കാം. ദ പോം ഈസ് എ ഡ്രമാറ്റിക് മോണോലോഗ് റിട്ടൺ ഇൻ എ ഫ്രീ വേഴ്സ് സ്റ്റൈൽ. ദ പോം ഡസ് നോട്ട് യൂസ് എ കൺസിസ്റ്റൻറ്റ് മെട്രിക് പാറ്റേൺ ആൻഡ് ദ റൈമിംഗ് സ്കീം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗ് ആണ്, ഫ്രീ വേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് മെട്രിക് പാറ്റേണോ റൈമിംഗ് സ്കീമോ ക്ലിയർ സ്റ്റാൻസ സിസ്റ്റമോ ഉണ്ടാവില്ല. ദ ടോൺ ഓഫ് ദ പോം ഇസ് ഡിഡക്റ്റീവ് ആൻഡ് എൻകറേജിങ്, ഹോപ്പ്ഫുൾ അല്ലേ. പ്രതീക്ഷയും മോട്ടിവേഷനും ഉപദേശവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ടോണാണ്. ദ പോയിന്റ് എക്സാക്ട്ലി എക്സ്പ്ലോയിറ്റ് ഓൾ ദ പോസിബിലിറ്റി ഓഫ് ദ വിഷ്വൽ ഇമാജിനറി ബൈ യൂസിങ് ദ വേർഡ്സ് ബൈ ക്രിസ്റ്റൽ ടാക്സസ് പ്രിന്റേഴ്സ് ടോൺ അപ്പ് ബോർഡ്സ് അല്ലേ. ഒന്നുമല്ല മക്കളെ, പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വിഷ്വൽ ഇമാജിനറി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ക്രിയേറ്റ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ദ മിസറബിൾ ലൈഫ് അല്ലേ. ഇത് രണ്ടും ഉപയോഗിച്ചത് കൊണ്ട് ക്രിസ്റ്റൽ ക്ലിയറും അതേപോലെ മറ്റേ ഒരു ടാക്റ്റിൽസ് എന്ന് പറയുന്ന സ്പ്ലിൻറ്റേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിൻ്റെയും അതേപോലെ ദുരിതപൂർവമായിട്ടുള്ള ലൈഫിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദ യൂസ് ഓഫ് ദ ആഫ്രോ അമേരിക്കൻ ഡയലക്ട് ലാംഗ്വേജ് ദ അഡിക്കേറ്റ് ഇനഫ് ടു പോർട്രേ ആൻ ഇല്ലിറ്ററേറ്റ് പുവർ വുമൺ ഇൻ ദ റീഡേഴ്സ് ഇമാജിനേഷൻ അല്ലേ. തീർത്തും ശരിയാണ്. അവരുടെ ആഫ്രോ
ആഫ്രോ അമേരിക്കൻ ലാംഗ്വേജ് ഡയലക്റ്റ് ആ പോയിട്ട് അതിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് പറയുന്നത് ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പുവറായിട്ടുള്ള അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്തൊരു സ്ത്രീയാണെന്നുള്ളൊരു ഇമാജിനേഷൻ നമുക്ക് ലഭിക്കും. അതിനത് സഹായിച്ചു കേട്ടോ. The mother's life is compared to a crystal stair and extend the comparison till the poem ends. അല്ലേ, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിട്ട് അവരുടെ ലൈഫ് അതിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. അത് അവസാന നിമിഷം വരെ ആ കമ്പാരിസൺ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ലിറ്റററി ഡിവൈസ് എക്സ്റ്റെൻഡഡ് മെറ്റാഫർ. അല്ലെ, നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്റ്റെൻഡഡ് മെറ്റാഫറിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്നത്. അല്ലേ, അത് തുടക്കത്തിൽ അത് ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റെയർ പറയുന്നുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ അവസാനം വരെ ആ മെറ്റാഫർ മാനേജ് ചെയ്ത് അവർ കൊണ്ടുപോയി. ലാസ്റ്റ് പാട്ടെത്തുമ്പോഴും അതേ മെറ്റാഫറിൻ്റെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. An example of the alliteration seen in the line, don't you sit down the set എന്ന് പറയുന്ന alliteration കാണാം. അത് കൺസോണന്റ് സൗണ്ട് ഡി ആൻഡ് എസും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. Then so boy don't you turn back the vowel sound or റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. Creates the assonance. Many successful lines are begin with the word and, which is an example of anaphora. അല്ലേ, നമ്മളോടത്ത് പോയിറ്റിക് ഡിവൈസ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. Then ചെറിയൊരു കൺക്ലൂഷൻ പോലെ Langston Hughes has succeeded in every sense in portraying the miserable lives of the Afro-American community through the poem Mother Sun. അല്ലേ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവരുടെ ഈ ആഫ്രോ അമേരിക്കക്കാരുടെ ദുരിതപൂർവമായിട്ടുള്ള ജീവിതം വളരെ വൃത്തിയായിട്ട് ഈ ഒരു ചെറിയ മനോഹരമായ കവിതയിലൂടെ അദ്ദേഹത്തിന് നമുക്ക് വരച്ച് കാണിച്ചു തരാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അപ്രിസിയേഷൻ വരുന്നത്. മക്കളെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് അതുപോലെ ഇതിൻ്റെ ആക്ടിവിറ്റി പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.